ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളൊരു റീസ്റ്റോറേഷൻ വീഡിയോ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. റീസ്റ്റോറേഷൻ വീഡിയോ ചെയ്തിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസമായില്ലേ നമ്മളൊരു റീസ്റ്റോറേഷൻ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു മാക്സിൻ്റെ ഒരു വൈറ്റ് മാക്സിൻ്റെ റീസ്റ്റോറേഷൻ ചെയ്തിട്ടൊരു വീഡിയോ നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. നമ്മുടെ ടൈമിനനുസരിച്ചാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. മാക്സിമം ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഒരു സ്റ്റോക്ക് കണ്ടീഷനുള്ള വാഹനമായിരുന്നു നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിരുന്നത്. സ്റ്റോക്ക് പറയുമ്പോൾ അത്യാവശ്യം അലൈൻമെൻറ്റ് പ്രശ്നങ്ങളും ചേസിനൊക്കെ പ്രശ്നം വന്നിട്ടുള്ള ഒരു വണ്ടിയായിരുന്നു നമ്മുടെ കയ്യിലേക്ക് റീസ്റ്റോറേഷൻ വർക്കിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു ആൾ ഗൾഫിലാണ്, ഏകദേശം ഒരു 3 മാസത്തോളമായി. അപ്പോൾ പതുക്കെ ഇങ്ങനെ ഈ ചേസിൻ്റെ റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈം എടുത്ത് ചെയ്യണം, അല്ലെങ്കിൽ അലൈൻമെൻറ്റ് കാര്യങ്ങളൊന്നും റെഡി ആവില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ടൈം എടുത്ത് ചെയ്ത് നമ്മൾ അതേ രൂപത്തിൽ തന്നെ അവർ പറഞ്ഞ ആ ഒരു കളറിൽ തന്നെ അതേ ഡിസൈൻ തന്നെ റീസ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു വാഹനത്തിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമ്മുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാം വണ്ടിയുടെ റിവീലിങ്ങിന് വേണ്ടിയിട്ട് നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഒറ്റക്കാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ക്ഷമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങൾ, റീസ്റ്റോറേഷൻ ബന്ധപ്പെട്ടുള്ള സംശയങ്ങളായാലും ബൈക്കും റിലേറ്റഡ് ആയിട്ടുള്ള വാഹന സംബന്ധമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങളായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മാക്സിമം ഞാൻ റീപ്ലൈ തരാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് റിവീൽ ചെയ്യാം. അപ്പോൾ ഇതാ നമ്മളിവിടെ റിവീലിങ്ങിന് വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം മാക്സിൻ്റെ റീസ്റ്റോറേഷൻ മാക്സിൻ്റെ വിൽക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള വണ്ടി ഉണ്ട്. അതിൻ്റെ ഒരു പാർട്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കിടക്കുന്നത്. കുറച്ച് അലങ്കോലായി കിടക്കുന്നുണ്ട്. ഒരു മാസമായി നമ്മൾ കംപ്ലീറ്റ് ഒന്ന് വാഷിങ്ങും പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ അത്യാവശ്യം വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റോക്ക് വീഡിയോ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ ഗാരേജിൻ്റെ പേജിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ യൂട്യൂബിൻ്റെ പ്ലേ ബട്ടൺ ഉണ്ടോ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴാണ് ഈ സിൽവർ പ്ലേ ബട്ടൺ കിട്ടുക. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഷോപ്പിൽ വരുന്ന ആളുകൾക്ക് ഇത് കാണാൻ വേണ്ടിയിട്ടും കൂടിയാണ്. ഇത് കാണാത്ത ഒരുപാട് ആളുകളുണ്ടാവും, കണ്ടിട്ടുള്ള ആളുകളുണ്ടാവും. അപ്പോൾ കാണാത്ത ആളുകൾക്ക് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ. വേണ്ട, നമ്മളിവിടെ പ്ലേ ബട്ടൺ എന്താ ഇവിടെ ഇരിക്കുന്നുണ്ട്. യൂട്യൂബിൽ കുറച്ച് നമ്മൾ വീഡിയോ കുറവായതുകൊണ്ടാണ് തോന്നുന്നുണ്ട് കുറച്ച് റീച്ച് നമുക്കിപ്പോൾ കുറവായിട്ടുണ്ട്. ഇൻഷാല്ലാ റെഡി ആവാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം, റിവീൽ ചെയ്യാം. എന്നിട്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമ്മുടെ മാക്സിൻ്റെ ഇതാ സുന്ദര കുട്ടപ്പനായിട്ട് ഇരിക്കുന്നുണ്ട്. എല്ലാ വണ്ടികളും എടുക്കാതായിട്ടോ. ഞാനിതാ ഈ ഒമ്നിയും കൊണ്ടാണ് ഇപ്പോൾ അധികം നടക്കൽ, പിന്നെ കാറും കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ബൈക്ക് യൂസിങ് വളരെ കമ്മിയായിട്ടുണ്ട്. ആദ്യമൊക്കെ ബൈക്ക് അധികം യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബൈക്ക് വളരെയധികം ഇപ്പോൾ 2 മാസമായി ഞാനൊരു ബൈക്ക് ശരിക്കും റോഡിൽ ഓടിച്ചിട്ട് തന്നെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. റിവീൽ ചെയ്യാം, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഓക്കെ, റെഡി, 1 2 3. ടോട്ടൽ ഔട്ട്ലുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെയാണ് വണ്ടിയുടെ ആ ഒരു സ്റ്റോക്ക് ലുക്കിൽ തന്നെയാണ് വണ്ടി റീസ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റോക്ക് ലുക്ക് കാണാൻ തന്നെ വേറൊരു രസം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു വണ്ടി റീസ്റ്റോർ ചെയ്തപ്പോഴാണ് എനിക്ക് ആ ഒരു ഫീലിംഗ് കിട്ടിയത്. നമ്മൾ മോഡിഫൈ ചെയ്യുമ്പോൾ അത് വേറെ ലുക്കാണ്, പക്ഷേ സ്റ്റോക്ക് ലുക്കിൽ ഈ ഒരു വാഹനം കാണാൻ അത് പ്രത്യേകം, അതായത് വൃത്തിയാക്കി വെച്ചിട്ടുള്ള വാഹനം കാണാൻ പ്രത്യേകം രസം തന്നെ കേട്ടോ. എനിക്കൊരു സ്റ്റോക്ക് വണ്ടി എടുത്താൽ കൊള്ളാമെന്നുണ്ട്. ഈ ഒരു വണ്ടി കണ്ട സമയത്ത് ടാങ്കിൻ്റെ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അത്യാവശ്യം പാർട്സുകളൊക്കെ നമ്മൾ മാറിയിട്ടാണ് ഈ ഒരു വാഹനം റീസ്റ്റോർ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഫസ്റ്റ് നമ്മളെല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഫസ്റ്റ് ഫ്രണ്ടേജ് ലുക്ക് തന്നെ തുടങ്ങാം. ഇതിൽ സാധാരണ നോർമൽ ഹെഡ് ലാമ്പ് ആയിരുന്നു ഉണ്ടായിരുന്നത്. RX 100 വരുന്ന ടൈപ്പ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് മാറ്റി നമ്മൾ XL സൂപ്പർ, ഇപ്പോൾ ലൂണ XL സൂപ്പർ ആ ഒരു മോഡൽ കാറ്റഗറിയിൽ വരുന്ന ആ ഒരു വാഹനത്തിൻ്റെ ഹെഡ് ലാമ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ സെറ്റാക്കി. 2 ഇൻഡിക്കേറ്റേഴ്സ് മാറി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിക്ലിം പാർട്സുകൾ മാക്സിമം മാറി വിട്ടിട്ടുണ്ട്. ഇത് ആൾക്ക് കുറഞ്ഞ ബഡ്ജറ്റിൽ റീസ്റ്റോർ ചെയ്യുക എന്നുള്ള രീതിയിൽ നമുക്ക് കയ്യിൽ കിട്ടിയ വണ്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റേതായ ഒരു ബഡ്ജറ്റിനനുസരിച്ചാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതായത് തുരുമ്പുള്ള പാർട്സുകൾ മാറിയിട്ട് ബാക്കിയുള്ളത് ഫിനിഷ് ആക്കിയിട്ട് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് പെയിൻറ്റിങ്ങിലാണ്. പിന്നെ മാറേണ്ട പാർട്സുകൾ മാറി വൃത്തിയാക്കിയ പാർട്സുകളൊക്കെ മാറിയിട്ട് വൃത്തിയാക്കിയിട്ടുള്ള ഒരു വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഡൂമിൻ്റെ സ്റ്റേ മാറി കൊടുത്തിട്ടുണ്ട്. വയറിംഗ് കിറ്റ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. അതേപോലെ തന്നെ മീറ്ററിൻ്റെ കേസ് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ചാവി കിറ്റ് ഒരു തവണ നമ്മൾ ചാവി കിറ്റ് ഇതേപോലെ പഴക്കം ചെന്നതുകൊണ്ട് തന്നെ ചാവി നമ്മൾ ഈ ഒരു നമ്മുടെ ടാങ്കിൻ്റെ ഡോറ് തുറന്ന സമയത്ത് എന്ത് ചെയ്തു, ഇത് പൊട്ടി, പഴക്കം ചെന്നുകൊണ്ട് ചാവി പൊട്ടി. അപ്പോൾ കസ്റ്റമറോട് പഴയ ചാവി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു കൈയും കൂടെ സ്പെയർ കീ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ
അവരിത് എത്തിച്ചാട്ടോ. അത് ആക്ച്വലി കോഴിക്കോടുള്ള വണ്ടിയാണ്, KL10 രജിസ്ട്രേഷൻ വരുന്ന, മലപ്പുറം രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചാവി ആ ഒരു പഴയ ചാവി തന്നെ നമുക്ക് കിട്ടി. പിന്നെ പുതിയ ചാവി വരുന്നത് ഇതിൻ്റെ ടാങ്കിൻ്റെ ലോക്കിൻ്റെ ക്യാപ്പിൻ്റെ ചാവിയാണ് ഈ പുതിയ ചാവി. പിന്നെ ഹാൻഡിൽ ബാറിലേക്ക് വന്നു കഴിഞ്ഞാൽ യൂണിക്കോണിൻ്റെ ഹാൻഡിൽ ബാർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ബാഡ്ജിങ് വെക്കാനുണ്ട്. അതേപോലെ ത്രോട്ടിൽ ബോഡി കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഹാൻഡിൽ നമ്മൾ യൂണിക്കോണിൻ്റെ ഹാൻഡിലാണ് വെച്ചിട്ടുള്ളത്. RX 100ൻ്റെ ആ ഒരു സെയിം മിറേഴ്സ് തന്നെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കസ്റ്റമർ ഇത് തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ കിങ്ങിൻ്റെ ഒക്കെ ഒരുപാട് ആളുകൾ ചെയ്യുന്നതാണ്. അപ്പോൾ അത് നമ്മൾ രണ്ടും RX 100ൻ്റെ മിറേഴ്സ് തന്നെ വെച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫിനിഷിങ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റോക്കാണ് എല്ലാ സംഭവങ്ങളും. ഇതിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഡൊമിനോ ത്രോട്ടിൽ ചെയ്യുക അല്ലെങ്കിൽ ബാക്കിയുള്ള സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല. കേബിളുകളൊക്കെ നമ്മൾ മാറി കൊടുത്തിട്ടുണ്ട്. അതായത് ക്ലച്ച് കേബിൾ, ക്ലച്ച് ലീവർ, ബ്രേക്ക് ലീവർ, ബ്രേക്കിൻ്റെ കേബിള്, ത്രോട്ടിൽ കേബിള്, അങ്ങനത്തെ കേബിളൊക്കെ മാറി കഴിഞ്ഞാൽ വണ്ടി ഒന്നുകൂടെ നമ്മൾ റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ്. വണ്ടി ഓടിക്കുമ്പോൾ കുറച്ചുകൂടെ കംഫർട്ട് ഇടാനും സ്മൂത്ത് ആവാനും അതേപോലെ തന്നെ ക്ലച്ച് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേബിളൊക്കെ നമ്മൾ മാറി വിടുന്നത്. ഇനി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാങ്ക് കാണാം. ഇത് ആക്ച്വലി ഈ വാഹനത്തിൽ ടാങ്ക് നമ്മൾ റീപ്ലേസ് ആക്കിയിട്ടുണ്ട്. ക്യാൻഡി റെഡിലേക്ക് പുതിയ ടാങ്കാട്ടോ. അതിൻ്റെ ഒരു ഫിനിഷിങ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടാങ്കിനിപ്പോൾ നമ്മൾ സൈഡ് കവറും ആ ഒരു കളർ തന്നെ മാറ്റിയിട്ടുണ്ട്. ടാങ്ക് കിട്ടിയ സമയത്ത് ബാഡ്ജിങ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ടാങ്ക് ബാഡ്ജിങ് കാര്യങ്ങൾ നമ്മൾ മാറ്റി കൊടുത്ത് എമേൻ്റെ ബാഡ്ജിങ് കൊടുത്തു. സ്റ്റിക്കർ വരും, ഈ ടാങ്ക് മാറ്റുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ സ്റ്റിക്കർ വരും. ചില സമയത്ത് ബാഡ്ജിങ് വരാറുണ്ട് കേട്ടോ. ബാഡ്ജിങ് വരുന്ന ടാങ്കും ഉണ്ട്, ബാഡ്ജിങ് വരാത്ത ടാങ്കും ഉണ്ട്. അത് നമ്മൾ ചോദിച്ച് വാങ്ങണം. അപ്പോൾ ബാഡ്ജിങ് ഇല്ലാതെ ബാഡ്ജിങ് വെച്ചു. അതേപോലെ തന്നെ Yamaha RX 100ൻ്റെ ബാഡ്ജിങ് വെച്ചു. ഇതും ഈ സ്റ്റിക്കർ കിറ്റും ഉണ്ടാവില്ല കേട്ടോ. കിട്ടുന്ന സമയത്ത് സൈഡ് കയറുമ്പോൾ സ്റ്റിക്കർ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഇതേ രൂപത്തിൽ ബുള്ളറ്റിൻ്റെ ആ ഒരു സെയിം കളർ ഡിസൈനിൽ വരുന്ന ആ ഒരു സെയിം ഗോൾഡ് നമ്മൾ ഇതിലൂടെ ഒരു കട്ടിങ് കൊടുത്താണ്. അതേപോലെ തന്നെ ഇവിടുത്തെ സൈഡിലെ മോണോഗ്രാം നമ്മൾ ഇതൊന്നും നമുക്ക് കിട്ടിയ സമയത്ത് ഇല്ലായിരുന്നു. അപ്പോൾ സൈഡ് കവർ പ്ലെയിൻ സൈഡ് കവർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു മോണോഗ്രാം നമ്മൾ സൈഡ് കവറിൻ്റെ മോണോഗ്രാം മാറ്റിയിട്ടുണ്ട്, 100ൻ്റെ മോണോഗ്രാം വെച്ചിട്ടുണ്ട്. ഇങ്ങനെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ പെയിൻറ്റിങ്ങിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കാണാം. ചെയ്സൊക്കെ നമ്മൾ അത്യാവശ്യം നല്ല വൃത്തിക്ക് പെയിൻ്റ് അടിച്ചാണ്. ഇതിൻ്റെ ചെയ്സ് ഇവിടുന്ന് ഈ പോർഷൻ മുതൽ ഈ പോർഷൻ വരെ ഇപ്പോൾ സ്ട്രൈറ്റായിട്ട് നിൽക്കുന്ന ചെയ്സ് ഇങ്ങനെയായിരുന്നു നിന്നിരുന്നത്. അതായത് വണ്ടി ഇങ്ങോട്ട് ഇരുന്നിരുന്നേ. ഇവിടെ ചെയ്സ് മുറിഞ്ഞിട്ട് വണ്ടി രണ്ട് സൈഡും ചെയ്സ് മുറിഞ്ഞിട്ട് വണ്ടി ഇങ്ങോട്ട് ഈ ഒരു ബാക്കത്തെ കരിയർ ഈ ടയറിനോട് തട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ ചെയ്സാണ് ആദ്യം ടൈം എടുത്തത്. ചെയ്സ് നമ്മൾ കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്ത് പക്ക ആ ഒരു സ്റ്റഡിയിൽ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ചെയ്സ് നിർത്തി വണ്ടി സ്റ്റഡി ആക്കിയിട്ടാണ് നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ വണ്ടി കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെയ്സ് ഇവിടെ നിന്നൊക്കെ ഒരു ബെൽഡിങ്ങും കാര്യങ്ങളും പൈപ്പൊക്കെ വെച്ചിട്ട് എവിടുന്നോ ഇവർക്ക് കിട്ടിയ സമയത്ത് തന്നെ ഉണ്ട് എന്നാണ് ഇവർ പറഞ്ഞത്, കസ്റ്റമർ പറഞ്ഞത്. അപ്പോൾ ഇതുവരെ റീസ്റ്റോർ ചെയ്യാത്തൊരു വണ്ടി ആയതുകൊണ്ട് തന്നെ ചെയ്സ് നമ്മൾ കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്ത് വൃത്തിയാക്കി അടിപൊളിയാക്കി ചെയ്തു കൊടുത്തിട്ടുണ്ട്. പെയിൻറ്റിങ്ങിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ചെയ്സൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആ ഒരു രീതി തന്നെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല തുരുമ്പുള്ള ചെയ്സായിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ല തുരുമ്പായിരുന്നു. അപ്പോൾ അത് ഒക്കെ വൃത്തിയാക്കി പാച്ചിലോടുത്ത് പാച്ച് ചെയ്ത് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ പുട്ടി കയറ്റി വൃത്തിയാക്കി ചെയ്തിട്ടുണ്ട്. എൻജിൻ പെയിൻ്റ് അടിച്ചിട്ടുള്ള ഒരു വൃത്തിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ മാറ്റേണ്ട പാർട്സുകളൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അത്യാവശ്യം മാറേണ്ട പാർട്സുകൾ, നിക്ലിംഗ് പാർട്സ് ആയാലും തുരുമ്പുള്ള പാർട്സുകളൊക്കെ നമ്മൾ മാറിയിട്ടുണ്ട്. എഞ്ചിൻ്റെ ആ ഒരു ഫിനിഷിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. RXൻ്റെ ക്രാഷ് കാർഡാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. റിഫ്ലക്ടർ കാര്യങ്ങളൊക്കെ മാറിക്കൊടുത്ത് അതേപോലെ തന്നെ പെട്രോൾ ടാപ്പ്, ബാറ്ററി വെച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ഭാഗങ്ങളെല്ലാം വർക്കിംഗ് ആണ്. വയറിംഗ് കിറ്റ് ചെറിയൊരു വിഷയം ഉണ്ടായിരുന്നു, പക്ഷേ നമ്മൾ ഇലക്ട്രീഷ്യനെ കാണിച്ച് കുറച്ച് ടൈം എടുത്ത് ചെയ്ത് ഇലക്ട്രീഷ്യൻ പക്കാക്കി തന്ന് നമ്മളിപ്പോൾ ഡെലിവറിക്ക് വേണ്ടിയിട്ട് വെച്ചാട്ടോ. പിന്നെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ 135ൻ്റെ സീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ 100ൻ്റെ സീറ്റായിരുന്നു. ചെയ്സ് തുരുമ്പുണ്ടായതുകൊണ്ട് തന്നെ സീറ്റിൻ്റെ മെറ്റൽ ബോഡി വരുന്ന സീറ്റായിരുന്നു. അത് കംപ്ലീറ്റ് ഡാമേജ് ആയി, കംപ്ലീറ്റ് ഒന്നിനും പറ്റാത്ത, അതിൻ്റെ പുഷനോ കാര്യങ്ങളോ ഒന്നും പറ്റാത്ത രീതിയിൽ ഡാമേജ് ആയതുകൊണ്ട് 135ൻ്റെ സീറ്റ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ വണ്ടി എനിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 135ൻ്റെ പവറുള്ളൊരു വണ്ടിയാണ് കേട്ടോ. ഇതിൽ സിലിണ്ടർ എനിക്ക് തോന്നുന്നു, ഞാൻ അയച്ചു നോക്കിയിട്ടില്ല. സിലിണ്ടർ നല്ല അടിപൊളി സിലിണ്ടറാണ്. അതുകൊണ്ടാണ് 135ൻ്റെ ആ ഒരു പവറും ആ ഒരു രീതിയിൽ പെർഫോം ചെയ്യുന്ന നല്ല പവർ കിട്ടുന്നൊരു വണ്ടിയാണ്. നല്ല വൃത്തിക്ക് കൊണ്ടുവരുന്ന വണ്ടിയാണ് തോന്നുന്നുണ്ട്. അതായത് എഞ്ചിൻ്റെ ഭാഗട്ടോ. അപ്പോൾ ഷോക്കപ്പ് മാറിയിട്ടുണ്ട്. ഇത് ഞാൻ കസ്റ്റമറോട് റിക്കമെൻഡ് ചെയ്തിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടയർ മാറി കൊടുക്കാൻ വേണ്ടിയാണ്. ഇത് ഡേറ്റ് കഴിഞ്ഞ ടയറാണ് തോന്നുന്നത് കേട്ടോ. ഇതിൽ കുറച്ച് സംഭവങ്ങൾ മാറ്റാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ രീതിയിൽ കസ്റ്റമർ ഇങ്ങനെ മാറ്റിക്കൊള്ളാം എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ വിട്ടതാട്ടോ. ഇതിൽ ടയർ മാറ്റി കൊടുക്കണം. അതേപോലെ തന്നെ ഫ്രണ്ടിലെ ടയറും അത്യാവശ്യം റീസോൾ ടയർ എന്തോ ആണ് ഫ്രണ്ടിൽ കിടക്കുന്നത്. അപ്പോൾ അതും മാറ്റിയാൽ
ഫുൾ റീസ്റ്റോറേഷൻ വർക്ക് കഴിഞ്ഞ പോലെ ഒരു ഫീലിംഗ് കിട്ടും വണ്ടിയിൽ. കാരണം ഈ ടയർ എനിക്ക് തോന്നുന്നു എഡ്ജ് വരാനും ഇനി പൊട്ടാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളെന്താണോ ഇപ്പോൾ നിങ്ങളിപ്പോൾ നമ്മളൊരു കസ്റ്റമറായിട്ട് വരുന്ന സമയത്ത് നിങ്ങളെന്താണോ റിക്വസ്റ്റ് ചെയ്യുന്നത് അതാണ് നമ്മൾ വണ്ടിയിൽ ചെയ്യുക. നമ്മുടേതായൊരു കൂടുതലായിട്ടുള്ള സംഭവങ്ങളൊന്നും നമ്മൾ ചെയ്യാനായിട്ട് നോക്കില്ല. നിങ്ങൾ പറയുന്ന കാര്യം അതേപോലെ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രൊസീജിയർ. പിന്നെ ഇതിൽ ഇവിടുത്തെ ഫുഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഗിയർ ലിവർ ഒന്ന് മാറി കൊടുക്കാനുണ്ട്. അത് നമ്മൾ ഈ വീഡിയോ കഴിഞ്ഞ ശേഷം ഗിയർ ലിവർ ഒന്ന് മാറി വിടും കേട്ടോ. അത് അത്യാവശ്യം തുരുമ്പുണ്ട്, അപ്പോൾ അത് മാറി വിടണം. അതേപോലെ ചെയിൻ കവർ പുതിയതാണ്. ബാക്കിൽ വീല് മാറിയിട്ടുണ്ട്. സ്പോക്സ് കാര്യങ്ങൾ ബാക്കിൽ വീല് മാറിയിട്ടില്ല. ബാക്കിലെ വീല് നമ്മൾ നിക്ലീൻ ചെയ്ത് സെറ്റാക്കിയതാണ് കേട്ടോ. ഒന്നുകൂടെ റീകണ്ടീഷൻ ചെയ്ത് സെറ്റാക്കിയതാണ്. പിന്നെ സ്പോക്സ് കാര്യങ്ങളൊക്കെ മാറി, ഹബ്ബ് കാര്യങ്ങൾ, ബെയറിങ് കാര്യങ്ങളൊക്കെ സീറ്റാക്കി പക്കയാക്കിയിട്ടുണ്ട്. വണ്ടി ഓടിക്കാൻ പക്ക രീതിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ് കേട്ടോ. പിന്നെ ബാക്കിലെ കാരിയർ മാറിയിട്ടുണ്ട്. ഈ ബാക്ക് പോർഷൻ കംപ്ലീറ്റ് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ബാക്കിയുള്ള കാരിയർ, ഇന്നർ മറുകാട്, അതേപോലെ ഇവിടുത്തെ മറുകാട് കാര്യങ്ങൾ എല്ലാം മാറി വിട്ടതാണ്. അതേപോലെ തന്നെ ബാക്കിലെ കരിയർ മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ സൈലൻസറിൻ്റെ ഭാഗങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിൽ എൻഡേഴ്സിൻ്റെ റിമ്മാട്ടോ ഇതിൽ വന്നിട്ടുള്ളത്. ഈ ഒരു പോർഷൻ മാറിയിട്ടുണ്ട്. നമ്മുടെ എൽറാഡ് മാറിയിട്ടുണ്ട്. അതേപോലെ ഫുഡ് റെസ്റ്റ് രണ്ട് സൈഡും മാറിയിട്ടുണ്ട്. അതേപോലെ ബ്രേക്ക് പാഡിൽ മാറിയിട്ടുണ്ട്. കിക്കർ മാറിയിട്ടുണ്ട്. ടൂൾ ബോക്സ് മാറിയിട്ടുണ്ട്. അതേപോലെ സൈലൻസർ ഒന്നും ചെയ്തിട്ടില്ല. കൊണ്ടുവന്ന സമയത്തുള്ള ആ ഒരു ഫിനിഷിങ്ങിൽ തന്നെയാണ് വണ്ടി വെച്ചിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത് വിട്ടിട്ടുണ്ടെന്ന് മാത്രം. ഈ ഭാഗങ്ങളെ കുറച്ച് റെസ്റ്റ് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ബഡ്ജറ്റിനനുസരിച്ചുള്ള റീസ്റ്റോറേഷൻ ആയതുകൊണ്ടാണ് ഇത്. പിന്നെ ബഡ്ജറ്റ് കൂട്ടുകയാണെങ്കിൽ നമ്മളത് കംപ്ലീറ്റ് മാറി റീപ്ലേസ് ചെയ്തിട്ട് വൃത്തിയാക്കും. സെൻറ്റർ സ്റ്റാൻഡ് കാര്യങ്ങൾ, അതേപോലെ ഇവിടുത്തെ റാഡുകൾ കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഒരു വണ്ടിയുടെ വൃത്തി കാണിക്കുന്ന ഘടകങ്ങൾ. നമ്മുടെ ഇവിടെ ബ്രേക്കിൻ്റെ ക്യാം സെറ്റ് കാര്യങ്ങൾ, ബ്രേക്കിൻ്റെ ക്യാമും കാര്യങ്ങളൊക്കെ മാറി വിടുക. അതേപോലെ ചെയിനിൻ്റെ അഡ്ജസ്റ്റർ, ആക്സിലുകൾ, ഇതെല്ലാം നമ്മൾ മാറിയിട്ടാണ് ഈ ഒരു വണ്ടി റീസ്റ്റോർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എൻജിൻ്റെ ഈ ഒരു പോർഷനിലെ ബോൾട്ട് ഗിറ്റ് കാര്യങ്ങളെല്ലാം മാറി വിട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ ക്ലാമ്പുകൾ വരും. അതൊക്കെ നിങ്ങളുടെ വണ്ടിക്ക് ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക ആദ്യം. ഇത് ഈ ക്ലാമ്പുകൾ കാര്യങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ മൈലേജ് ഷോട്ട് വരും കേട്ടോ. അത് ശ്രദ്ധിക്കുക. ഈ ക്ലാമ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ മേടിച്ചിടാനായിട്ട് ശ്രമിക്കുക. RX-ൻ്റെ ക്രാഷ് കാർഡാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതേപോലെ കേബിൾ കാര്യങ്ങളൊക്കെ മാറി വിട്ടിട്ടുണ്ട്. ഇതിൽ സ്റ്റോക്ക് കണ്ടീഷൻ ആയതാണ് കേട്ടോ ഞാനിതെല്ലാം മാറി വിട്ടിട്ടുണ്ട്. കാരണം ഇതിൽ മോഡിഫിക്കേഷനും കാര്യങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ആ ഒരു സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ് വണ്ടി നിൽക്കുന്നത്. ഇതിൽ ഫ്രണ്ട് പോർഷനിൽ അത്യാവശ്യം സാധനങ്ങൾ, ഈ മറുകാട് മാറിയിട്ടില്ല. മറുകാട് അത്യാവശ്യം വൃത്തി ഉണ്ടായതുകൊണ്ട് തന്നെ പോളിഷ് ചെയ്തിട്ട് ഇട്ടതാണ്. ബാക്കിയുള്ള ഫ്രണ്ടത്തെ വീല്, റിമ്മ്, അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ ക്യാമ്, ബ്രേക്ക് കേബിൾ, സ്പോക്സ് ഇതെല്ലാം മാറിയിട്ടുണ്ട്. ടയർ മാറിയിട്ടില്ല. അത് റീസോൾ ടയറാണ്. ഞാൻ കസ്റ്റമറോട് പറഞ്ഞിട്ടുണ്ട് ഇത് മാറാൻ വേണ്ടിയിട്ട്. റീസോൾ ടയർ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ പെടയും. കാറ്റില്ലെങ്കിലും അതേപോലെ തന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പെടച്ചിൽ വരും. ബാക്കിലായാലും ഫ്രണ്ടിലായാലും പെടച്ചിൽ വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് മാറ്റാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു വാഹനം റീസ്റ്റോർ ചെയ്തിട്ടുള്ളത്. സ്റ്റോക്ക് കണ്ടീഷൻ കാണാൻ ശരിക്കും ഭയങ്കര ലുക്ക് തന്നെ കേട്ടോ. സ്റ്റോക്ക് വണ്ടി കാണാനായിട്ട്. അപ്പോൾ ഈ വണ്ടി റീസ്റ്റോർ ചെയ്ത സമയത്താണ് എനിക്കത് തോന്നിയത്. ഇപ്പോൾ സ്റ്റോക്ക് വണ്ടി കാണാൻ വേറെ ലുക്ക് തന്നെയാണെന്നുള്ളത്. അതിൽ ഈ ക്യാൻഡി കളേഴ്സ് പറയുമ്പോൾ ക്യാൻഡി ബ്ലൂ, അതേപോലെ ക്യാൻഡി റെഡ്, അതേപോലെ ഗ്രീന് ക്യാൻഡി ഗ്രീന്, ഈ ഒരു കളറിലൊക്കെ അത് ക്യാൻഡി ഗ്രീനാണ്. ആ ഒരു കളറിലൊക്കെ വണ്ടി ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമുണ്ടാവും കാണാൻ. അപ്പോൾ ഈ വണ്ടിയിൽ ക്യാൻഡി റെഡ്, പുതിയ ടാങ്ക് വെച്ച ടാങ്കാണ്, മാറിയ ടാങ്കാണ്. ഈ ടാങ്ക് നിങ്ങൾ ശ്രദ്ധിക്കട്ടോ. ഇപ്പോൾ എഥനോൾ പെട്രോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാങ്ക് നിങ്ങൾ പെയിൻ്റ് അടിക്കുന്ന സമയത്ത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, പെയിൻ്റ് അടിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എവിടെയെങ്കിലും നിങ്ങൾ പെയിൻറ്റിങ്ങരോട് ചോദിക്കുക. അത് എവിടെയെങ്കിലും, അതായത് പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് പുട്ടിയൊക്കെ റിമൂവ് ചെയ്ത് ഫുൾ റിമൂവർ ഇട്ടിട്ട് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇപ്പോൾ എഥനോൾ പെട്രോൾ ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ വണ്ടി റീസ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പെട്രോൾ ടാങ്ക് എന്തെങ്കിലും ലീക്ക് ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. അത് നിങ്ങൾ പെയിൻറ്റിങ്ങരോട് കൊടുക്കുന്ന സമയത്ത് അവരോട് പറയാം, ഇതിലൊന്ന് വെള്ളം നിറച്ചിട്ട് എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോ എന്നുള്ള കാര്യം, ഫുൾ ടാങ്ക് വെള്ളം നിറക്കുക, ഫുള്ള് വെള്ളം നിറക്കുക. അതിന് ശേഷം എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഫുള്ള് ചെക്ക് ചെയ്യാൻ പറയുക. അതേപോലെ അടിയിൽ MCL കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്തിട്ട് EM വെൽഡ് എന്ന് പറയുന്ന ഒരു വെൽഡിങ് ഉണ്ട്, അത് ചെയ്ത് കൊടുക്കുക. എവിടേക്കാണോ നിങ്ങൾക്ക് വെള്ളം നിറച്ചിട്ട് ലീക്ക് വരുന്നത്, അല്ലെങ്കിൽ ബബിളോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ മാർക്ക് ചെയ്തിട്ട് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക, വീണ്ടും ചെയ്യാനായിട്ട് നോക്കുക. EM വെൽഡ് ചെയ്തിട്ട് അത് വീണ്ടും ചെക്ക് ചെയ്യുക. വെൽഡ് ചെയ്തതിന് ശേഷം വീണ്ടും ചെക്ക് ചെയ്യുക, ഇത് വെൽഡിങ് റെഡി ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ലീക്ക് വരുന്നുണ്ടെന്നുള്ള കാര്യം. ഒരു ദിവസമൊക്കെ അല്ലെങ്കിൽ ഒരു 5-6 മണിക്കൂറെങ്കിലും വെച്ചിട്ട്, വെള്ളം വെച്ചിട്ട് ചെയ്യരുത്. വേറെ എന്തെങ്കിലും മണ്ണെണ്ണ അങ്ങനത്തെ എന്തെങ്കിലും വെച്ചിട്ട്, അല്ലെങ്കിൽ ഡീസലൊക്കെ നിറച്ച് വെച്ചതിന് ശേഷം ലീക്ക് ഉണ്ടോ എന്നുള്ള കാര്യം, ബബിൾ എന്തെങ്കിലും പോകുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക.
എന്നിട്ട് എന്ത് ചെയ്യുക, പെയിൻ്റ് അടിക്കാനായിട്ട് കൊടുക്കുക. അതാവും ഏറ്റവും നല്ലത്. നിങ്ങൾ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ ഹോള് കണ്ട് അത് അടക്കാതെ നിങ്ങൾ പുട്ടിട്ട് എന്ന് വിചാരിക്കുക. പുട്ടിട്ട് നല്ല വൃത്തിയാക്കി, പെയിൻ്റ് അടിച്ച സമയത്തൊക്കെ ഭയങ്കര വൃത്തിയായിരിക്കും, കാണാനൊക്കെ നല്ല ഹോളും കാര്യങ്ങളും ഒന്നും കാണില്ല. നിങ്ങൾ 2 ദിവസം 3 ദിവസം കഴിഞ്ഞ് പെട്രോളൊക്കെ ഒഴിച്ച് ഓടിക്കുന്ന സമയത്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ഇങ്ങനെ ബബിൾ ഇങ്ങനെ പൊന്തുക. അതിൻ്റെ അങ്ങനെ പൊന്തിയിട്ടുള്ളൊരു ടാങ്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്തുകൊണ്ടാണ് ഇതിൻ്റെ ടാങ്ക് മാറിയത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ എഥനോൾ പെട്രോളിൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത്. ഇത് കണ്ട, ഈ ടാങ്ക് കണ്ട, ഈ ടാങ്ക് ഈ വണ്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ വണ്ടിയിലുണ്ടായിരുന്ന ടാങ്ക് കംപ്ലീറ്റ് ഡാമേജാണ്. അതായത് ഫുള്ള് EM വെൽഡും കാര്യങ്ങളും അതേപോലെ തന്നെ MCയിലും കാര്യങ്ങളൊക്കെ ഫുള്ള് ലീക്കായിരുന്നു. ഒരിക്കലും അത് അടിച്ചു കഴിഞ്ഞാൽ തുരുമ്പ് വന്ന് പിന്നെയും പണി കിട്ടുന്ന രീതിയിലായിരുന്നു ഈ ഒരു വണ്ടിയുടെ ടാങ്ക്. അപ്പോൾ നമ്മൾ 2ാം പ്രാവശ്യം നമ്മുടെ ഗ്യാരേജിൽ നിന്ന് തന്നെയുള്ള സെക്കൻഡ് ടാങ്ക് എടുത്ത്, നമ്മുടെ കയ്യിലുള്ള സെക്കൻഡ് ടാങ്ക് എടുത്തതാണിത്. അപ്പോൾ ഇത് അത്യാവശ്യം തുരുമ്പില്ലാത്തൊരു ടാങ്കാണ്. തുരുമ്പ് പറഞ്ഞാൽ ഉള്ളിൽ ഇന്നർ വലിയ പ്രശ്നങ്ങളില്ലാത്ത ടാങ്കാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹോള് കാര്യങ്ങളൊന്നും അധികം ഇല്ലാത്ത, അതായത് ഞാൻ അടിഭാഗം കാണിച്ചു തരാം, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ മനസ്സിലാവും. ഇതിൻ്റെ അടിഭാഗം കണ്ടോ നിങ്ങൾ, ഇതുണ്ടോ? ഇതിൻ്റെ അടിഭാഗങ്ങൾക്കൊന്നും വലിയ പ്രശ്നങ്ങളില്ല. ഇവിടെയൊക്കെ ചെറിയൊരു തുരുമ്പ് വരുന്ന ഒരു സംഭവം ഉണ്ടെന്നല്ലാതെ വേറൊരു പ്രശ്നം ഈ ടാങ്കിനില്ല. ആക്ച്വലി എവിടെയും MCയിലോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് കാണാൻ കഴിയില്ലല്ലോ. EM വെൽഡ് പോലും ഇല്ലാത്ത ടാങ്കാണ്. അപ്പോൾ ഈ ടാങ്ക് പഴയ പെട്രോൾ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതിൻ്റെ സൈഡിലൊക്കെ കണ്ടോ നിങ്ങൾക്ക്, കണ്ടോ ബബിൾ, ഇത് ഫുൾ ഫിനിഷ് അടിച്ച് വൃത്തിയാക്കി ബാഡ്ജിങ് ഒക്കെ ഇട്ട് ഈ വണ്ടിയിൽ സെറ്റ് ചെയ്തൊരു ടാങ്കാണിത്. കളർ വ്യത്യാസം, ഈ കളറ് വേറൊരു കളറാണ്, മെറൂണിൽ വരുന്നൊരു കളറാണ്, ഇത് ക്യാൻഡി കളറാണ്. അപ്പോൾ ഇത് അടിച്ചതിന് ശേഷം ഒരാഴ്ച നമ്മൾ എന്ത് ചെയ്തു, ഈ പെട്രോൾ ടാങ്കിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കസ്റ്റമർ ടാങ്ക് കൊടുക്കുകയല്ലേ. അപ്പോൾ നമ്മൾ കൊടുത്തൊരു ടാങ്ക് കംപ്ലയിൻറ്റ് വരണ്ട എന്ന് വിചാരിച്ചിട്ട് ഒരു 3 ലിറ്റർ പെട്രോൾ ഇതിൽ ഒഴിച്ചതിന് ശേഷം ഒരാഴ്ച വെച്ചതിന് സമയത്ത് കിട്ടിയ ഒരു പണിയാണിത്. കണ്ടോ, 1 സൈഡ് കാണിച്ചു തരാം, 2, 3. ഈ ടാങ്കിന് പെയിൻ്റ് അടിച്ച വൃത്തി നിങ്ങൾ നോക്ക്. ടാങ്ക് കംപ്ലീറ്റ് നല്ല രീതിക്ക് വൃത്തിക്ക് പെയിൻ്റ് അടിച്ചൊരു ടാങ്കാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിൽ ഈ ടാങ്കിലും ലീക്ക് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം നിറച്ചിട്ട് ലീക്കില്ല ഉറപ്പ് വരുത്തിയതിന് ശേഷം പുട്ടിയിട്ട് വലിച്ച് കംപ്ലീറ്റ് വൃത്തിയാക്കിയിട്ട് ടാങ്കിൻ്റെ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ എഥനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോൾ യൂസ് ചെയ്യുന്ന സമയത്ത് എഥനോൾ എന്ന് പറയുന്ന സാധനം നല്ല രീതിയിൽ ഗ്യാസ് ഉള്ളൊരു സാധനമാണ്. അപ്പോൾ അത് കുറച്ച് കാലം ഇരുന്ന് കഴിഞ്ഞാൽ പെട്രോൾ ടാങ്ക് തുരുമ്പോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതേപോലെ എന്ത് ചെയ്യും, അത് വൃത്തിക്ക് നിങ്ങൾ EM വെൽഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ടാങ്കിന് ഹോൾ വന്നിട്ട് പെയിൻറ്റിങ് ഇങ്ങോട്ട് അടന്നു പോരും. അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വാഹനം റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ റീസ്റ്റോർ ചെയ്യാൻ തന്നെ ഒരു സംഖ്യ ആയിട്ടുണ്ടാവും. എന്നിട്ട് പിന്നെ ടാങ്ക് പൊട്ടിയിട്ട് പിന്നെയും ടാങ്ക് മാറ്റാനായിട്ട് പിന്നെയും പൈസ ചിലവാക്കേണ്ടി വരും. അപ്പോൾ അതിനേക്കാൾ നല്ലത് നിങ്ങൾ റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് ഈ ടാങ്ക് കംപ്ലീറ്റ് ഒന്ന് ടൈം എടുത്ത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം പെയിൻറ്റിങ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഈ കാര്യം പറയുമ്പോൾ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം. ഈ വണ്ടി റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത്, ഈ വണ്ടി മാത്രമല്ല സ്പ്ലെൻഡർ പോലുള്ള പഴയ വണ്ടികൾ നിങ്ങൾ റീസ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ടാങ്ക് നിങ്ങൾക്ക് പണി കിട്ടാൻ ചാൻസ് വളരെയധികം കൂടുതലാണ് എഥനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോൾ യൂസ് ചെയ്യുന്ന സമയത്ത്. എഥനോൾ മിക്സ് ചെയ്യാത്ത പെട്രോൾ നമുക്ക് ഇപ്പോൾ നിലവിൽ നമ്മുടെ പമ്പുകളിൽ നിന്ന് കിട്ടുന്നില്ല. പവർ പെട്രോളിലടക്കം എഥനോൾ മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പെട്രോൾ മാറ്റുക എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. നമ്മുടെ ടാങ്ക് ആയാലും നമ്മൾ വണ്ടി റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അപ്പോൾ ആ കാര്യം ഈ റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് എവിടുന്ന് റീസ്റ്റോർ ചെയ്യുകയാണെങ്കിലും എവിടുന്ന് നിങ്ങൾ റീസ്റ്റോർ ചെയ്യാനും നിങ്ങൾ ഈ ടാങ്കിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീട് നിങ്ങൾ പണിയെടുക്കുന്ന സമയത്ത് ഈ വണ്ടിയോടുള്ള ആ ഒരു ചടപ്പ് നിങ്ങൾക്ക് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഈ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയാനുള്ളത്. സ്റ്റോക്ക് കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ കൂടുതൽ നമുക്ക് സംസാരിക്കാൻ ഈ ഒരു വാഹനത്തിൽ ഇല്ല എന്ന് സത്യം വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ കാര്യം നിങ്ങൾ മസ്റ്റായിട്ടും ശ്രദ്ധിക്കട്ടോ. റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കാട്ടിയിട്ട് റീസ്റ്റോർ ചെയ്യുന്നതിനേക്കാൾ നല്ലത് അത്യാവശ്യം വൃത്തിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ പ്രൊസീജിയർ കറക്റ്റ് വൃത്തിയാക്കി ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ മസ്റ്റായിട്ടും ശ്രദ്ധിക്കട്ടോ. നമുക്കിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഇതിപ്പോൾ റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് പണി കിട്ടുന്നത്. പഴയ ടാങ്ക് മാറേണ്ട അവസ്ഥ, ഇപ്പോൾ ഒരുപാട് ആളുകൾ ടാങ്ക് മാറുന്നൊരു സാഹചര്യം വരുന്നതും ഈ ഒരു എഥനോൾ പെട്രോൾ യൂസ് ചെയ്തിട്ടുള്ള പ്രശ്നം വരുന്നത് കൊണ്ടുമാണ്. ടാങ്ക് പെട്ടെന്ന് ലീക്കാവുന്നതും ടാങ്കിന് റസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നതും ഈ ഇതേപോലെ ബബിൾ പൊന്തുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. ടാങ്ക് റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇത് തന്നെയാണ്. നിങ്ങളുടെ ടാങ്കിൽ എവിടെയെങ്കിലും ഹോള് കാര്യങ്ങളൊക്കെ വന്നിട്ടായിരിക്കും. ആ ഒരു പുട്ടി അടക്കം
പുറത്തേക്ക് വന്നിട്ട് ആ പെയിൻറ്റ് പുട്ടിയുടെ പ്രഷർ അടക്കം പുറത്തേക്ക് വന്നിട്ട് അത് പെയിൻറ്റിങ് പ്രശ്നം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു എഥനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളിൻ്റെ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ കൂടുതൽ വരുന്നത്. ആദ്യം ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷേ ഇത്ര കൂടുതൽ ഇല്ല. അപ്പോൾ ചെറിയൊരു ലീക്ക് ഉണ്ടെങ്കിൽ പോലും ഒരുപാട് പ്രശ്നങ്ങൾ ടാങ്കുകൾക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോ. റീസ്റ്റോറേഷൻ വീഡിയോ നമ്മൾ ചെയ്തിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഇൻട്രോ പറഞ്ഞ പോലെ തന്നെ 2 മാസത്തോളമായി. അപ്പോൾ ഇനി റീസ്റ്റോറേഷൻ ഒരുപാട് 2-3 വണ്ടികൾ റീസ്റ്റോർ ചെയ്തിട്ടുള്ള വണ്ടികൾ വരാനുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിലാണ്. ബൈ.